നമസ്കാരം. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. നമ്മുടെ അടുക്കളകളെ, തീരുമേശകളെ ബാധിക്കുന്ന, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ആഗോള സാമ്പത്തിക ഭീഷണിയായി അത് മാറിയിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പ് ഉടൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾക്ക് അത് വഴിവെക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്കിന്മേൽ സമ്പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് അവർ. ഗസയിലടക്കം വോട്ടെടുപ്പ് നടന്നു. അതിജീവനത്തിൻ്റെ നിരവധി കാഴ്ചകൾ ഗസയിൽ നിന്ന് കണ്ടു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്ത് അസിലേക്ക് സ്വാഗതം. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്ക് ഒട്ടും വഴങ്ങേണ്ടതില്ല എന്നതാണ് ഇറാന്റെ ഉറച്ച തീരുമാനം. ചർച്ചകളിൽ സ്വന്തം മുൻകൈ ഉറപ്പിക്കാനും മുൻഗണനകൾ സ്ഥാപിക്കാനും ഇറാൻ ശ്രമിക്കുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള വിപുലമായ നയതന്ത്ര നീക്കങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. ഇറാനുമായുള്ള യുദ്ധം കാരണം അമേരിക്കയിൽ ഊർജ്ജവില കുതിച്ചുയരുകയാണ്. ഇത് അവിടെയുള്ള സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഊർജ്ജവില 12% കൂടിയിരിക്കുന്നത്. വിലവർധനയേക്കാൾ അപകടമാണ് ഭരണനയങ്ങളിലെ അനിശ്ചിതത്വം. ഇത് നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ഭയപ്പെടുത്തുകയാണ്. യുദ്ധം കാരണം എല്ലായിടത്തുമുള്ള സാധാരണക്കാർ കഷ്ടത അനുഭവിക്കുമ്പോൾ വലിയ ലാഭം കൊയ്യുന്ന ചിലരുണ്ട്. അത് US-ലെ ആയുധ കമ്പനികളും അമേരിക്കൻ എണ്ണവാതക കമ്പനികളുമാണ്. സൈനിസത്തോടൊപ്പം ഈ യുദ്ധത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തികൾ അവരാണ്. അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ കേവലം സുരക്ഷാപരമായ തീരുമാനങ്ങൾ മാത്രമല്ല, മറിച്ചൊരു വലിയ പ്രതിരോധ സാമ്പത്തിക ക്രമത്തിൻ്റെ ഭാഗമാണ്. പാവങ്ങളുടെ ചോരയിൽ യുദ്ധ ബിസിനസ് കൊഴുത്തു വീർക്കുകയാണ്. പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നതയിൽ നിൽക്കുകയാണിപ്പോൾ. ട്രംപിൻ്റെ പ്രകോപനപരമായ നിലപാടുകളും സഖ്യകക്ഷികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന രീതിയും നാറ്റോയുടെ കെട്ടുറപ്പിനെ തന്നെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ സജീവ പങ്കാളികളാകാൻ യൂറോപ്യൻ അംഗരാജ്യങ്ങൾ വിസമ്മതിച്ചതാണ് പെട്ടെന്നുണ്ടായ ഒരു കാരണം. ഒരു പ്രതിരോധ സഖ്യം എന്ന നിലയിൽ നിന്ന് മാറി അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു വേദിയായി നാറ്റോ മാറുന്നുവോ എന്ന ആശങ്ക ശക്തമായിരിക്കുന്നു. 77 വർഷത്തെ ചരിത്രത്തിൽ നാറ്റോ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണ് ഇപ്പോഴുള്ളത്. 191 രാജ്യങ്ങൾ ഒപ്പിട്ട NPT അഥവാ ആണവായുധ വ്യാപന നിരോധന കരാറും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇറാൻ US ചർച്ചകളിൽ ഏറ്റവും പ്രധാനം ആണവായുധമാണ്. US-നും ഇസ്രായേലിനും ആണവായുധം കൈവശം വെക്കാം, എന്നാൽ ഇറാന് അത് പറ്റില്ല എന്നതാണ് NPT-യുടെ ബാക്കി പത്രം. മിഡിൽ ഈസ്റ്റിനെ ഒരു ആണവായുധ മുക്ത മേഖലയായി പ്രഖ്യാപിക്കണം എന്ന് ദീർഘകാലമായി ആവശ്യമുയരുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ എതിർപ്പ് മാത്രമാണ് ഇതിനുള്ള തടസ്സം. ഇസ്രായേൽ അധിനിവേശത്തിനും അക്രമങ്ങൾക്കും ഇടയിൽ ഫലസ്തീനികൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം ഒരിക്കൽ കൂടി വിനിയോഗിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ ഫതഹ് പാർട്ടിയും അതിൻ്റെ അനുബന്ധ വിഭാഗങ്ങളും വിജയം അവകാശപ്പെടുന്നു. ഗസയിൽ വെറും 23% മാത്രമായിരുന്നു പോളിംഗ്. വലിയ പ്രതിസന്ധിക്കിടയിലും അതിജീവനത്തിൻ്റെ വിവിധ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ ഗസക്കാർ. വേൾഡ് വിത്ത് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV.